ഹായ് ഹലോ വെൽക്കം ജെഫോട്ടോ പറയാൻ പറ്റിയൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന ചാലി ബീച്ചിലാണ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞത് കണ്ടില്ലേ ചാലി ബീച്ച്. സംഭവം ബീച്ചുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് പറയാൻ പോകുന്നത്. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ KSRTC നമ്മൾ പൊക്കി പറഞ്ഞ വീഡിയോ ഇട്ടു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ KSRTCയിൽ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാം. പക്ഷേ ചില കാര്യങ്ങളും നന്നാക്കാനുണ്ട്. ഒന്നുമല്ല, നമ്മുടെ KB ഗണേഷ് കുമാറിൻ്റെ നാളായ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ തന്നെ നമുക്ക് ഉണ്ടായൊരു സംഭവമാണ്. ഇന്നലെ രാത്രിയിൽ ഞാൻ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്താ ഇതൊരു ബസ് സ്റ്റാൻഡല്ലേ ഒന്നുമില്ല. ബാക്കി കേരളത്തിലിപ്പോൾ ഒട്ടുമിക്ക എല്ലാ ബസ് സ്റ്റാൻഡിലും പൂക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ കൊട്ടാരക്കര പോലെയുള്ള ഒരു സ്ഥലത്ത് ആ തറയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു ഫാനെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു ഫാനെങ്കിലും വേണ്ടി ചൂട് കാലത്ത് ആൾക്കാർ എങ്ങനെ ഇരിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ പോയി നമുക്ക് അടിപൊളിയായിട്ട് AC-യിൽ ഇരിക്കാനൊക്കെ പറ്റിയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ആഴ്ച നമ്മൾ കണ്ടത് നേരെ ഓപ്പോസിറ്റാണ്. ഒരു ഫാൻ പോലും ഇല്ല, ഒന്ന് ഇരിക്കാനോ അവിടെ എങ്ങനെ ഇരിക്കും നമ്മൾ? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അതിനകത്ത്. ഒന്ന് വൃത്തിയാക്കിയിട്ടൂടെ അറ്റ്ലീസ്റ്റ്. ഫാനില്ലാത്തത് പോട്ടെ, ആ സ്മെല്ലും എന്താ ഇത്, ഇത്ര ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമല്ലേ. എല്ലാം മോശമാണെന്നല്ല, നല്ല കുറേ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. കോട്ടാക്കര ബസ് സ്റ്റാൻഡ് നമുക്ക് നിങ്ങൾ ഈ ബോഡി കാണുന്ന കണക്ക് അതിനകത്ത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ റൂട്ടാണ്. എത്ര കളക്ഷൻ കിട്ടിയെന്നുള്ളതൊക്കെയാണ്. അതൊക്കെ നല്ല കാര്യമാണ്. അതൊക്കെ നമ്മൾ നാട്ടുകാരെ അറിയിക്കുന്ന നല്ലതാണ്. പക്ഷേ ഗണേഷ് കുമാർ സാർ ഇതും കൂടെ ഒന്ന് റെഡിയാക്കാം. നല്ല ബസ്സുകളുണ്ട് നമുക്ക്. ബസ്സിനകത്ത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബസ്സിനകത്തുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഇതൊക്കെ അടിപൊളിയാണ്. പണ്ടൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് KSRTC ബസ്സിൽ ഫുള്ള് വേസ്റ്റ് ഇടാനായിട്ടൊരു വേസ്റ്റ് ബാസ്ക്കറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ബാത്റൂം കേരളത്തിൻ്റെ എല്ലാ KSRTC ബസ്സിലും, ഈവൻ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ പോലും വളരെ പരിതാപകരമാണ്. എനിക്ക് നല്ലൊരു ബാത്റൂം കിട്ടിയിട്ടുള്ളത് ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ മാത്രമാണ് KSRTCയിൽ. ബാക്കിയെല്ലാം പരിതാപകരത്തിന് അങ്ങേ അറ്റമാണ്. അതിൽ 5 രൂപ 10 രൂപ വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞത്. ഞാൻ എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ചോദിച്ചു, ചേട്ടാ പൈസ എന്നിട്ടല്ലേ അത് കയറുന്നത്, എന്നിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ മര്യാദയ്ക്ക് ഒന്ന് വൃത്തിയാക്കി ഇടുകയൊന്നും ചെയ്യാത്തത്. അപ്പോൾ അവർ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ KSRTCയോട് പറയുക എന്നൊക്കെയുള്ള മൈൻഡിലാണ് അവരുടെ സംസാരം. മേലധികാരികളുടെ പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്, തീരെ താര വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മെയിൻ ഒരു പ്രോബ്ലമായിട്ടാണ് ഞാനത് പറയുന്നത്. ഇതും കൂടെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ KSRTC അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.